ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം, ഒരുപക്ഷെ മെഡിക്കൽ ഫീൽഡിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഒരു ഫോറൻസിക് മെഡിസിൻ തലവൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ റിട്ടയറായി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ സാർ വർക്ക് ചെയ്തു. എനിക്ക് ഒരു 13 years ബാക്ക് പോകുമ്പോൾ നമ്മളെ ഫോറൻസിക് മെഡിസിൻ പ്രാക്ടിക്കൽ വൈബ് ഓർമ്മ വരുന്നു. അന്ന് സാർ ഈ സീറ്റിലും ഞാൻ ആ സീറ്റിലുമായിരുന്നു. സാറ് കുറേ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന പോലെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, വിയർത്ത് കുളിച്ചു, വെള്ളം കുടിച്ചു. ഞങ്ങളൊന്ന് തിരിച്ച് വെള്ളം കുടിപ്പിച്ചോട്ടെ. ഇപ്പം സാറ് റിട്ടയർഡായിട്ട് സ്വസ്ഥം ജീവിതമാണെന്ന് അറിയാം. അപ്പം സാറിൻ്റെ ഒരു ഫോറൻസിക് മെഡിസിനിലോട്ടുള്ളൊരു വരവ് അത് ശരിക്കും എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, എല്ലാവരെയും പോലെ ഡിഗ്രി എടുത്ത് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ പ്രാക്ടീസിന് കൊള്ളത്തില്ല. അത് റിയൽ തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോർട്ട് ടെമ്പേർഡ്നെസ്, പെട്ടെന്ന് ദേഷ്യം വരിക, അതൊരിക്കലും ഒരു പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പിന് ശരിയാകത്തില്ല. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്നുള്ള അറിയത്തില്ല. മിക്കവാറും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ 1 മാസം വർക്ക് ചെയ്യും, അതിനിടയ്ക്ക് അടിയിച്ച് പിരിയും. അങ്ങനെയായി. അമ്മയ്ക്ക് വളരെ പ്രയാസം വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞാണ് ഇത് എടുക്കേണ്ടത്, നീ വല്ല ബാങ്കിലും നിനക്ക് പോയാൽ മതിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു അങ്കിളുണ്ടായിരുന്നു. പുള്ളി പോസ്റ്റ് മാസ്റ്റർ ജനറലായിട്ട് റിട്ടയർ ചെയ്തു ട്രിവാൻഡ്രത്ത് PMG. റിട്ടയർമെൻറ്റിന് മുമ്പായിട്ട് പുള്ളി അസ്ട്രോളജി പഠിക്കാൻ തുടങ്ങി. അപ്പോഴും പറഞ്ഞു, ഇവൻ്റെ ഇതൊന്ന് നോക്കണം, ഇപ്പം ഭാവിയിൽ എന്തായി വരുമെന്ന്. സമയം മാത്രമല്ല, പ്രഡിക്ഷൻസ്. ശരിയെന്ന് പറഞ്ഞ് പുള്ളി ചെന്നൈയിലായിരുന്നു. പുള്ളി തിരിച്ചു പോയി. അതിനിടയ്ക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഡോക്ടർ ഡാലസ് എന്ന് പറഞ്ഞു, ട്രിവാൻഡ്രത്ത്. അപ്പോൾ പുള്ളിക്ക് അസ്ട്രോളജിയിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ തൊടുവട്ടി എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ട്, മാർത്താണ്ഡം തൊടുവട്ടി, കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അവിടെ ഒരു അസ്ട്രോളജറുണ്ട്. അപ്പോൾ പുള്ളി ഭയങ്കര പ്രഡിക്ഷൻസാണ് പറയുന്നത്, നമുക്കവിടെ പോകണം. അപ്പോൾ അന്ന് എൻ്റെ അടുത്തുള്ള ലാംബി സ്കൂട്ടറാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ലാംബി കയറി നേരെ അങ്ങനെ വീട്ടിൽ ചെന്ന് ഈ വീടിരിക്കുന്ന കുറേ ഹൈറ്റിലാണ്. അപ്പോൾ സ്റ്റെപ്സ് കയറി പോകുമ്പോൾ ഇങ്ങനെ 2 കാലും കൈയും തളർന്നതാണ്. അപ്പോൾ ആൾക്കാർ തൂക്കിയെടുത്തുകൊണ്ടാണ് വരുന്നത് വീട്ടിനകത്ത്. നേരെ കൊണ്ട് ഒരു ഇതിൽ പ്രതീക്ഷിച്ചു അവിടെ ഇരുന്നപ്പോൾ ആദ്യം അങ്ങനെ പറഞ്ഞത്, ഡോക്ടർമാരാണല്ലോ വരുന്നത്. അപ്പോൾ അത് കേട്ടപ്പോഴും സ്റ്റണ്ടായി പോയി, ഇതെങ്ങനെയാണ് അങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റത്തില്ല, അതിനുള്ള യോഗമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും എനിക്ക് മനസ്സിന് പ്രയാസം വന്നു. എന്ന് പറയാം, അന്നൊക്കെ ശ്രീ പത്മനാഭൻ്റെ 4 കാശ് വാങ്ങിക്കണമെന്നുള്ള ഒരു പഴഞ്ചൊല്ല് എല്ലാ വ്യാപകമാണ്. അപ്പോൾ പ്രയാസം വന്നപ്പോഴേ എനിക്ക് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അതിന് ഡാലസ് എന്തൊക്കെ ചോദിച്ചു, തിരിച്ചു വന്നപ്പോൾ മനസ്സിന് പ്രയാസമുണ്ട്. നേരെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ലെറ്റർ പൊട്ടിച്ച് നോക്കുമ്പോൾ PhD ആണ്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത്, 81 ഞാൻ തിരുനെല്ലി മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് മെഡിസിൻ MDക്ക് ജോയിൻ ചെയ്തു. അന്നെന്ന് പറഞ്ഞാൽ ഫോറൻസിക് മെഡിസിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. അണ്ടർ ഗ്രാജുവേഷന് പഠിച്ച അതേ ഉള്ളൂ. അപ്പോൾ അതിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഈ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഫൈൻഡിങ് ഏതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ പറയാനായിട്ട് പ്രയാസമുള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹാങ്ങിങ് വിത്ത് എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. ഹാങ്ങിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഉണ്ട്. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചു. ഐ വാസ് സെലക്റ്റഡ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് പോകുമ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലർ പ്രൊഫസർ എന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറയും, നിങ്ങളെന്താ ചെന്നൈ പോകാത്തത്, ഇതിനാ ഇവിടെ വന്നത്. അതാ എപ്പോഴും ഇങ്ങനെ ഒരു ഹർട്ടിങ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കത് മനസ്സുമെടുത്തു, എന്താ അത്. എന്നിട്ട് ഞാൻ തന്നെ ചെന്നൈയിൽ പോയിട്ട് DME ഓഫീസിൽ പോയിട്ട്, ആരും അറിയത്തില്ല,
എന്തൊക്കെയോ പലരെയും കണ്ട് അവസാനം ട്രാൻസ്ഫർ ശരിയായി. അപ്പോൾ അവിടെ നിന്നും ഞാൻ മനസ്സിൽ വിചാരിച്ച എൻ്റെ പെങ്ങൾ അവിടെ ചെന്നൈയിലുണ്ട്, അപ്പോൾ അവരുടെ വീട്ടിൽ താമസിച്ച് മദ്രാസ് മെഡിക്കൽ കോളേജിൽ പോകാമെന്നുള്ളതായിരുന്നു. ആ സമയത്ത് എന്ത് സംഭവിച്ചു, ബ്രദറിലേക്ക് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ, അപ്പോഴത് വഴി അടഞ്ഞു. അപ്പോൾ മനസ്സിന് വീണ്ടും പ്രയാസമായി. തിരുനെല്വേലിയിലുള്ളപ്പോൾ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു PSCയുടെ. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് പോവുകയും വേണം, എൻ്റെ അടുത്ത് ഫില്ലപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അതിൽ 3 കോളംസ് നോ എന്ന് പറഞ്ഞിട്ട് വരും. 3 കോളംസ് നോയാണ്. അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ആർ യു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഞാൻ നോക്കാതെ അത് നോ എന്ന് ഇട്ടു. അടുത്ത 3 നോ ആയി. അത് PSC റിജക്റ്റ് ചെയ്തു, യുവർ ആപ്ലിക്കേഷൻ റിജക്റ്റഡ്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചു. ശാസ്തമംഗലം ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്, ക്രിമിനൽ ലോയർ ഉണ്ടായിരുന്നു. പുള്ളി എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് പ്രശ്നമില്ല, നമുക്ക് PSC റൂൾസിനെ ക്വാഷ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയിൽ ഇത് കൊടുത്തു. 3 മാസം കഴിഞ്ഞു, ഒന്നും സംഭവിക്കുന്നില്ല. യാദൃശ്ചികമായിട്ട് ആയുർവേദ കോളേജ്, തിരുവനന്തപുരം ആയുർവേദ കോളേജിൻ്റെ അവിടെ വെച്ച് ഈ ലോയറെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നും ആയില്ല, അത് കേസ് തള്ളിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കിയത് ഈ നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, സിഗ്നേച്ചർ, ഇത് 3ഉം ഇറ്റ് കനോട്ട് ബി ക്വസ്റ്റ്യൻ ബൈ എനിബഡി ആസ് പെർ PSC റൂൾസ്. അപ്പോൾ അത് ഇതായി. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അങ്കിളിൻ്റെ ഇത് വരുന്നത്. അത് അങ്ങനെ പറയുന്നുണ്ട്, യുവർ വർക്ക് വിൽ ബി അസോസിയേറ്റഡ് വിത്ത് പോലീസ്. ഒരു ഇതാണ്, വെഡിങ് ആണ്. പക്ഷെ അന്നൊന്നും ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. 82 എൻ്റെ കല്യാണം കഴിയുന്നു. 84 ഞാനും എൻ്റെ ഭാര്യയും ആദ്യത്തെ എൻട്രൻസ് എക്സാം എഴുതുകയാണ്. ആദ്യത്തെ എൻട്രൻസ് എക്സാം അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ വൈഫ് DCH എടുത്തു, ഞാൻ MD ഫോറൻസിക് മെഡിസിൻ. MD ഫോറൻസിക് മെഡിസിനിൽ 8ാമത്തെ റാങ്ക്. അങ്ങനെ അതിലോട്ട് കാൽ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പറ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാക്ടീസിന് കൊള്ളത്തില്ല, ഒരിക്കലും അത് ടാലി ചെയ്ത് പോകത്തില്ല. അങ്ങനെയാണ് ഈ സബ്ജക്റ്റിലോട്ട് വരാൻ കാര്യം. അങ്ങനെ 85 PSC വീണ്ടും 81 കഴിഞ്ഞിട്ട് പിന്നെ 85 വിളിക്കുന്നത്. ആ PSCയിൽ അപ്ലൈ ചെയ്തു, ട്യൂട്ടറായിട്ട് കയറി, ട്യൂട്ടർ ട്രെയിനി ആയിട്ട് എൻ്റെ MD കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ പഴയ ആസ്ട്രോളജർ പ്രൊഡിക്ഷൻ എല്ലാം അല്ല, ഞാൻ ഇപ്പോഴും അതിശയിക്കുകയാണ് അദ്ദേഹത്തിന് എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു. യുവർ വർക്ക് വിൽ ബി അസോസിയേറ്റഡ് വിത്ത് ദി പോലീസ് എന്ന് പറഞ്ഞിട്ട്. ഒരു പഴയ നമ്മുടെ പോർട്ടബിൾ ടൈപ്പ് റൈറ്ററില്ലേ, അതിൽ ടൈപ്പ് ചെയ്ത ഒരു A4 സൈസ് പേപ്പറിൽ ഒരു പേജ്. അതിനുശേഷം ഞാൻ ഇത് തപ്പി നോക്കി വീട്ടിൽ, എവിടെയോ പോയത്. ഇപ്പോൾ ഫയർ ആംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് ബോഡിയിൽ നിന്ന് റിക്കവർ ചെയ്യുന്നു, അത് ക്രൈം ബുള്ളറ്റ്. അടുത്തൊരു സസ്പെക്ട് വെപ്പണിൽ നിന്നും വീണ്ടും ഫയർ ചെയ്യുന്നു, അത് ടെസ്റ്റ് ബുള്ളറ്റ്. അപ്പോൾ ക്രൈം ബുള്ളറ്റും ടെസ്റ്റ് ബുള്ളറ്റും കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് സ്ട്രയേഷൻസ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കിംഗ്, സെക്കൻഡറി മാർക്കിങ്സ്, അത് രണ്ടും ടാലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ പറയാൻ പറ്റും ഈ പർട്ടിക്കുലർ വെപ്പണാണ് ഫയർ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. തന്നെയാണോ ഫയർ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ്. പക്ഷേ ഫോറൻസിക് മെഡിസിൻ ആകുമ്പോൾ ഒരു ബുള്ളറ്റ് കൊണ്ടൊരു ഇഞ്ചറി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഇതിൽ ഒരു വുണ്ട് ഓഫ് എൻട്രി കാണും എന്ന് പറഞ്ഞാൽ തുളച്ച് അതിനകത്ത് കയറുന്നത്, പിന്നെ അത് വെളിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ വൂണ്ടിൻ്റെ പ്രത്യേകതകൾ വെച്ചിട്ടാണ് എത്ര ദൂരെ നിന്നാണ് ഫയർ ചെയ്തത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്ലോസ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫയർ ആം ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ വരുന്നത് എന്തൊക്കെയാണ്? ഒന്ന് തീ വരും, പിന്നെ എന്നുള്ളത് ഈ കംപ്ലീറ്റ് കത്തിപ്പോകാത്ത കാർബൺ പാർട്ടിക്കിൾസ്, പിന്നെ കംപ്ലീറ്റ് കത്തിപ്പോയ കാർബൺ പാർട്ടിക്കിൾസ്, പിന്നെ വരുന്നത് ഈ ബുള്ളറ്റ് ശരീരത്തിൽ തൊടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അബറേഷൻ കോളർ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുന്നത്, എത്ര ദൂരെ നിന്നാണ് ഈ ബുള്ളറ്റ് ഫയർ ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ക്ലോസ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഈ കാർബൺ പാർട്ടിക്കിൾസ് ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ടാറ്റൂയിങ് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് തൊലിയുടെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഗൺ പൗഡർ പാർട്ടിക്കിൾസ്. പൗഡർ പാർട്ടിക്കിൾസ്.
പിന്നെ ഈ കരി, അതിന് ചുറ്റും കരി കാണും. പിന്നെ അതുകൂടാതെ ഈ വെപ്പൺ അൺയൂസ്ഡ് ആയിട്ടിരുന്നാൽ ബുള്ളറ്റ് ഫയർ ആകത്തില്ല. അപ്പോഴും ചെയ്യുന്നത് ഫ്രീക്വൻ്റ് ഓയിലിംഗ് ഓർ ഗ്രീസിങ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗ്രീസ് അല്ലെങ്കിൽ ഓയില് ബുള്ളറ്റ് വെളിയിലോട്ട് വരാൻ നേരത്ത് ഈ ഓയിലും ബുള്ളറ്റ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ തറയ്ക്കുന്നത്. അപ്പോൾ ഈ അബറേഷൻ കളർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മേളിൽ ഈ ഗ്രീസ് കളറും കാണും, അല്ലെങ്കിൽ ഓയിൽ. അപ്പോൾ ഇത് എങ്ങനെ ആയാലും എത്ര ദൂരെ ആയാലും ഈ ഗ്രീസ് കളറും അബറേഷൻ കളറും കണ്ടിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ വ്യതിയാനങ്ങൾ വരാം, ഇംപ്രഷൻസ് കുറയും. ഈ ഞാൻ പറയുന്ന സ്മഡ്ജിങ് അല്ലെങ്കിൽ ബ്ലാക്കനിങ് അല്ലെങ്കിൽ ടാറ്റൂയിങ്, ഇതൊക്കെ കുറഞ്ഞു വരും. ഡിസ്റ്റൻസ് കൂടുന്തോറും ടാറ്റൂയിങ് കാണത്തില്ല, അത് അയറി തന്നെ അത് ബോഡിയിൽ വരത്തില്ല. ഒരു മിഡ് റേഞ്ച് വരെ വരാം ടാറ്റൂയിങ്. ക്ലോസ് റേഞ്ച് പോയിന്റ് ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട്. പോയിന്റ് ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പോയിന്റ് ബ്ലാങ്ക് അല്ലെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ വിവരിച്ച കാര്യങ്ങളെല്ലാം ഈ വൂൺ ട്രാക്കിലായിരിക്കും, വെളി കാണത്തില്ല. ബാലിസ്റ്റിക് അല്ല, ബാലിസ്റ്റിക് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് മെഡിക്കൽ നോളജേ ഉള്ളൂ. ആക്ച്വലി ആ ബാലിസ്റ്റിക്സിനെ പറ്റി കൂടുതൽ ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. മെഡിക്കൽ ഇതിൽ എനിക്ക് പറയാൻ പറ്റും ഡിസ്റ്റൻസ് എത്രയാണ്. അതുപോലെ വേറൊന്ന് പറയാൻ പറ്റുന്നത്, ബുള്ളറ്റ് തറയ്ക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാണോ ഗൺ പോയിന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സർക്കുലർ ആയിരിക്കും വൂണ്ട് ഓഫ് എൻട്രി. അതെല്ലാം ആംഗിളിലാണെന്നുണ്ടെങ്കിൽ ഒബ്ലീക്ക് ആയിരിക്കും, ഓവൽ ഷേപ്പ് ആയിരിക്കും. ഇതൊക്കെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് പറയാൻ പറ്റും. So is there something called ഒരു എവിഡൻസും ഇല്ലാത്ത ക്ലീൻ മർഡർ, ഒരു പെർഫെക്റ്റ് ക്രൈം, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ സാർ കണ്ടെടുത്തോ? അല്ലെങ്കിൽ ഒരു നിയർ പെർഫെക്റ്റ് ക്രൈം? സാർ ഇപ്പോൾ കുറേ കേസ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഒരു പക്ഷേ ഈ ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊരിക്കലും കണ്ടുപിടിക്കില്ല എന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പെർഫെക്റ്റ് ക്രൈം ബുക്കിൽ വായിച്ചിട്ടേ ഉള്ളൂ, മനസ്സിലായോ? അങ്ങനെ ഒരു ക്രൈം നടത്താനായിട്ട് പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രൈം വന്നിട്ടില്ല. എവിടെയെങ്കിലും ഒരു ട്രേസ് ഓഫ് എവിഡൻസ് അവിടെ കാണും. 100% ആയിട്ട് ചിലപ്പോൾ ക്രൈം കമ്മിറ്റ് ചെയ്ത് ആളും തട്ടിപ്പോവായിരിക്കും. പക്ഷേ അതിലും ഒരു എലിമെന്റ് എവിടെയെങ്കിലും കാണും. ഇതാണ് എൻ്റെ ഇത്. ഈ ബാക്കിൽ മിഡില ഇതിൽ നമ്മളെ ഫ്രോഗൊക്കെ പിച്ചിങ് ചെയ്യത്തില്ലേ നമ്മളെ സുവോളജി പഠിക്കുമ്പോഴേ ലാബിൽ, അതുപോലെ ഇത് ചെയ്യുകയാണെങ്കിൽ ചലനമറ്റ് ഇത് കിടക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് മരിക്കുന്നതിന് പകരം ഇത് വരാം. പക്ഷേ അതിൻ്റെ ലെവല് കൂടുകയാണെങ്കിൽ റെസ്പിറേറ്ററി സെൻറ്റർ എഫക്റ്റഡ് ആയി അതും മരിക്കാം. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു റയറിറ്റി ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെറ്റിക്കുലസ് ഓട്ടോപ്സിയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബുക്ക് വായിച്ചതിൽ നിന്നുള്ള ഇത് ഞാൻ നോളജ് അത്രേ ഉള്ളൂ. അപ്പൊ ദൈവം എപ്പോഴും ഒരു എലിമെന്റ് കള്ളന്മാർക്ക് പണി കൊടുക്കാൻ അത് വിട്ടിട്ടേ പോകത്തുള്ളൂ. എന്ന് പറയാ 100% പെർഫെക്റ്റ് മർഡർ നടന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ഓട്ടോപ്സി ചെയ്തത് മാക്സിമം നമ്പർ ഓഫ് ഓട്ടോപ്സി ഞാൻ ചെയ്തിട്ടുള്ളത് 12 ഓട്ടോപ്സി. ആൻഡ് ലൈക്ക് പൊതുവെ നമ്മൾ 9 to 4 ആണ് ഓട്ടോപ്സിക്ക് പറയുന്നത്, ബിക്കോസ് ഓഫ് ദ ഡേ ലൈറ്റ്. ഇൻ കേസ് നമുക്ക് 4 കഴിഞ്ഞിട്ടും ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇതെന്ന് പറഞ്ഞാൽ ഈ സൂര്യപ്രകാശം കുറയുന്നതുകൊണ്ട് നമ്മുടെ ഓട്ടോപ്സി വർക്കിന് എഫക്റ്റഡ് ആകും എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ഇപ്പോഴേ ലൈറ്റിംഗ് ഇതൊക്കെ മാറി. അന്ന് 4 മണി വരെ ഇൻക്വസ്റ്റ് റിസീവ് ചെയ്യത്തുള്ളൂ, എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് റിസീവ് ചെയ്തു. 4 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റും. അപ്പോൾ 4 മണിക്ക് മുമ്പ് ഇപ്പോൾ ഒരു 4 മർഡർ കേസാണെന്നിരിക്കട്ടെ, 4 മർഡർ കേസ് ഒരുമിച്ച് വരികയാണ്. ഒരുമിച്ച് വന്നാൽ 12 ഒന്നും ചെയ്യാൻ പറ്റും. ഒരു മർഡർ കേസ് ചെയ്തു വരുമ്പോഴേ 2-3 മണിക്കൂറാകും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇഞ്ചുറീസ്. അപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കണം.
പോയിസണിങ് കേസ്, ഹാങ്ങിങ് കേസ്, അതിൻ്റെ കൂടെ ഒരു മർഡർ കേസ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10-12 ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പോയ്സണിങ് കേസ്, ഒരു മർഡർ കേസ്, അതുപോലെ വേറൊരു സസ്പീഷ്യസ് മേ ബി ഒരു RTA പോലെ ഒരു കേസ്, ഇങ്ങനെ ഒരു 3 കേസ് വന്നാൽ നമ്മളൊരു പ്രയോറിറ്റൈസ് ചെയ്യില്ലേ? ഒരു ഓർഡർ ഓഫ് പ്രയോറിറ്റൈസേഷൻ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. നമ്മൾ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ കേസ് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ഇപ്പം ആദ്യം ഒരു പോയിസണിങ് കേസാണ് കിട്ടുന്നത്, നമ്മൾ അതിനെ പ്രയോറിറ്റി കൊടുക്കത്തുള്ളൂ, മറ്റേത് ഇൻക്വസ്റ്റ് ആയി കാണത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മോർച്ചറിയിൽ ഈ പറഞ്ഞ 4 കേസ് അല്ലെങ്കിൽ 3 കേസുണ്ട്. അപ്പോൾ ഇൻക്വസ്റ്റ് ആകുന്ന മുറയ്ക്ക് നമ്മളത് ചെയ്യത്തുള്ളൂ. അല്ല, ഈ നമ്പർ ഓഫ് ഓട്ടോപ്സിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അടുത്ത് ഞാനൊരു ന്യൂസ് കണ്ടു. നമ്മുടെ നിലമ്പൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് പോസ്റ്റ്മോർട്ടം ഒരു ദിവസം ചെയ്തു, റെക്കോർഡിൻ്റെ അടുത്ത് എത്തി എന്നൊക്കെ. അത് വയനാട് നമ്മളെ ലാൻഡ് സ്ലൈഡ് വിക്ടിംസിൻ്റെ. അപ്പം അതിലിപ്പോൾ ഞാൻ അറിഞ്ഞ പലരും കൈ, കാല് അങ്ങനെ മാത്രമേ പലതായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു പാർട്ടായിട്ട് കിട്ടുവാണെങ്കിൽ, ഒരു കാല് മാത്രം, കൈ മാത്രം, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുമോ? അത് ചെയ്യുന്ന അല്ല, അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടൊന്നുമില്ല. ഡിസ്ക്രൈബ് ചെയ്യുക. അല്ല, ചെയ്യേണ്ടതാണോ ലീഗലി? അങ്ങനെ ഒരു പാർട്ട് മാത്രം കിട്ടുവാണെങ്കിൽ അല്ല, അതൊരു കേസായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം നമ്പർ ഇട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഏതായാലും സൂക്ഷിക്കേണ്ടി വരും, DNA. ഭാവിയിൽ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് ആരുടെയാണെന്ന് അറിയാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു DNAക്ക് വേണ്ടി ഒരു സാമ്പിൾ അവര് സൂക്ഷിച്ചു വെക്കും. അപ്പൊ അത് അവര് പിന്നെ മറവി അങ്ങനെ എന്താ അവര് ചെയ്യാറ്? ഇപ്പൊ യൂഷ്വലി അങ്ങനെ ഒരു പാർട്ട് മാത്രം കിട്ടുവാണെങ്കിൽ ഒരു കൈ മാത്രം ഒഴുകി വന്നു, അപ്പോൾ അതിൻ്റെ DNA പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതൊരു ഭാഗം എടുത്ത് വെക്കും? അത് ടിഷ്യൂ ആയാലും മതി, ടിഷ്യൂ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഹോൾ ഹാൻഡ് തന്നെ പ്രിസർവ് ചെയ്യാം. അല്ല, ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റില് ഒരു ഏത് പാലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, വയനാടാണോ അതല്ല ഈ സൈഡാണോ എന്നറിയത്തില്ല, ഒരു അവിടുത്തെ പുഴയിൽ നിന്നും കഴുത്തറ്റ ഒരു മൃതദേഹം വന്നു, ബോഡി വന്നു, അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. അപ്പോൾ ആ കേസ് കാണുമ്പോൾ ഒരു ഹെവി കട്ടിങ് ഷാർപ്പ് വെപ്പൺ കൊണ്ട് വെട്ടിയതെന്നേ തോന്നത്തുള്ളൂ. നമുക്ക് ഭയങ്കര സസ്പിഷനാണ്, ഹോമിസൈഡാണ്. അത് കഴിഞ്ഞിട്ട് ആ കേസ് ചെയ്ത് പോയി, ഒരാഴ്ചക്കുള്ളിൽ തലയും കിട്ടി. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മറ്റേ ഡിസ്പോസ് ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും ഒന്നാണെന്നുള്ളത് വീണ്ടും കോൾഡ് റൂമിൽ വെച്ചിരുന്നോ അതല്ല എക്സ്ചേഞ്ച് ചെയ്തതെന്ന് അറിയത്തില്ല. ഇത് രണ്ടും ഒരാളുടെ ആണെന്ന് അറിഞ്ഞപ്പോഴത് സംഭവിച്ചത് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് എ കേസ് ഓഫ് ഹോമിസൈഡ്. ഇങ്ങേര് ഒരു കമ്പിയിൽ പാലത്തിൻ്റെ കൈവരി കെട്ടിയിട്ട് മറ്റേ അറ്റം കഴുത്തി കെട്ടി അങ്ങനെ എടുത്ത് ചാടി. ഇവിടെ ലോങ് ഡ്രോപ്പ് വരുമ്പോൾ ഇത് അറ്റുപോകും. നമ്മൾ കാണുമ്പോൾ ഒരു ഹെവി കട്ടിങ് വെപ്പൺ കൊണ്ട് കഴുത്ത് മുറിച്ചാന്ന് തോന്നുന്നു. സറോഗസി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് കോമൺ ആയി വരുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ദ പോപ്പുലർ കൾച്ചർ. കുറച്ച് ഹൈ ആൻഡ് ക്രീമി ലെയർ പീപ്പിളൊക്കെ സറോഗസിയിലേക്ക് പോകുന്നുണ്ട്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ക്യാരി ദെയർ ബേബി ഇൻ ദെയർ വോം, ദേ ട്രൈ ടു ഗെറ്റ് അനദർ പേഴ്സൺ ഫോർ ദാറ്റ്. ഇൻ കേസ് സറോഗസിയിൽ ജനിച്ച കൊച്ചിനെ പിന്നീട് ഈ സറോഗേറ്റ് മദർ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, ഈ സറോഗസി എന്ന് പറയുമ്പോൾ അതിന് ചെറിയ സ്റ്റിപ്പുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കപ്പിൾ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല, പക്ഷെ അതേസമയം അവർക്ക് എല്ലാ കേപ്പബിലിറ്റീസും ഉണ്ട്. പക്ഷേ അവർ ഈ ഗർഭം ഉണ്ടായി അതിനെ കൊണ്ടുനടക്കാൻ അവർക്ക് താല്പര്യമില്ലെന്ന് പറയുകയാണെങ്കിൽ ഈ സറോഗസി അതിൽ വരുന്നില്ല. only in those situations where the couple is not able to reproduce due to so many medical factors. മനസ്സിലായോ? കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവർക്ക് യൂട്രസ് ഇല്ലെന്ന് അറിയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, എക്സാമ്പിൾ ഞാൻ പറയാം, ആ ഇതിലേ നമുക്ക് സറോഗസി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സറോഗസിക്ക് വില്ലിങ്നെസ് ആണ്, കൺസെന്റ് വേണം. അപ്പോൾ ഈ സറോഗസി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുടെ വേണം, കപ്പിളാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ. അതല്ലാതെ അൺമാരീഡ് വുമൺ ഓർ മാൻ ക്യാൻ
ഹാവ് എ സർഗേറ്റ് ചൈൽഡ്. ചൈൽഡ്. അതേപോലെ നമ്മൾ ഒരാളിനെ തിരഞ്ഞെടുക്കണം ബില്ലിംഗ് ആയിട്ടുള്ളത്. യെസ്. അപ്പോൾ അവർ അത് ആ ഒരു കോൺട്രാക്ട് ബേസിസിൽ തന്നെയല്ലേ എങ്ങനെ അതിനൊരു കൺസെന്റ് വെച്ച് കൺസെന്റ് ഒക്കെ വേണം, എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും പോകണം. പക്ഷേ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ പാടില്ല. ഓക്കെ. പക്ഷേ അവരുടെ മെഡിക്കൽ എക്സ്പെൻസ്, ഓക്കെ, പിന്നെ അവരുടെ ഇൻഷുറൻസ്, പറയാം അവർക്ക് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ. ആ കുട്ടി ജനിക്കുകയാണെന്നുണ്ടെങ്കിലും ആ കുട്ടി ജനിച്ചു പക്ഷേ ഇവർ മരിക്കുകയാണ്, അപ്പോൾ ആ കുട്ടിക്കും ഇൻഷുറൻസ് വേണം. അപ്പോൾ ഇതിൽ ഓൾറെഡി അണ്ടർടേക്കിംഗ് ഉണ്ടായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഉണ്ടാകുന്ന അവർക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. മറ്റവർക്ക് ആരാണോ സറോഗേറ്റ് ചൈൽഡിന് ചോദിക്കുന്നത് അവർക്ക് കൊടുക്കണം. കപ്പിളാണെങ്കിൽ കപ്പിൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ. ഇന്ത്യയിൽ സറോഗസി സാർ ലീഗലാണോ? ലീഗലായിട്ടുണ്ട്. 2021 അത് 2021 ലീഗലാണ്. ഇത് സംഭവം നടക്കുന്നത് 1989-90 ആ പീരീഡിലാണ്. ഒരു ഡെഡ് ബോഡി കൊടകര പോലീസ് സ്റ്റേഷൻ ക്രൈമിൽ റെയിൽവേ ആക്സിഡൻ്റ് ആയിട്ടാണ് നമുക്ക് റിക്വസ്റ്റ് കിട്ടുന്നത്. ഒരു ഹോളിഡേ ഡ്യൂട്ടി ആയിരുന്നു, കൊണ്ടുവരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ റെയിൽവേ ഒക്കറൻസിൽ വന്നിട്ടുള്ള ഒരു ഡെഡ് ബോഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കാര്യം എന്തെന്ന് പറഞ്ഞാൽ അങ്ങേരുടെ നെഞ്ചിലും ബാക്കിലും ഈ കെയിൻ കൊണ്ടടിച്ച പാടുകളാണ്, കൊണ്ടടിച്ച പാട്. പിന്നെ മുള്ളിൽ കൊണ്ടിട്ട് ക്രിസ് ക്രോസ് ആയിട്ട് ഉള്ള ലീനിയർ അബറേഷൻസ്, ടെസ്റ്റിക്കുലാർ കൺഫ്യൂഷൻസ്, ലിപ്പ് ഇഞ്ചുറീസ്, ഇതൊന്നും തന്നെ അതിൽ വരത്തില്ല. പിന്നെ അതുകൂടാതെ കണ്ണിൻ്റെ അവിടെ ഇഞ്ചുറി ഉണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്, ബാക്കകത്ത് ലാസറേഷൻസ് ഉണ്ട്. ടെസ്റ്റിക്കുലർ കണ്ടീഷനാണ് ഏറ്റവും മാർക്കഡായിട്ട് കാണുന്നത്. അത് വീർത്ത് അതിനകത്ത് കംപ്ലീറ്റ് ബ്ലഡ് ക്ലോട്ടുമാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചാർജ് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് റെയിൽവേ ആക്സിഡൻ്റ് അല്ല, ഇത് കൊലപാതകമാണ്, നിങ്ങളുടെ എസ് ഐയുടെ അടുത്ത് പറയണം. എസ് ഐ വന്നു, സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് CI വന്നു, CIയുടെ അടുത്തും കാര്യം പറഞ്ഞ് വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. DYSP വന്നു. അപ്പോഴാ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നത്. ഈ മനുഷ്യൻ വടകരയിൽ നിന്നും ശബരിമലയ്ക്ക് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നത് ഈ കൊടകരയിൽ നിന്നും ഇരിഞ്ഞാലക്കുട പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നു. ആളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. അപ്പോൾ രാവിലെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെയൊക്കെ ഇഞ്ചുറീസ് ഉണ്ട്. അപ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചതുകൊണ്ട് അവിടെ മീൻ വിൽക്കുന്ന ഒരു ആൾ സൈക്കിളിൽ മീനും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് പോയി ചോദിച്ചിട്ട് 2 മീൻ വേണമെന്നുണ്ട്. മീൻ കൊങ്ങേര് കൊടുത്തു. അപ്പോൾ മീനെല്ലാം കൂടെ പിഴിഞ്ഞ് അങ്ങനെ ആ റൂണ്ടിലൊഴിക്കുകയാണ്. പിന്നെ കാണുന്നില്ല. അന്വേഷിച്ച് വന്നപ്പോൾ ആ ദിവസമാണോ അതിൻ്റെ തലേദിവസമാണോ അറിയത്തില്ല, രാവിലെ ഈ മനുഷ്യൻ ഈ റെയിൽവേ ട്രാക്കിനടുത്ത് ഉള്ള ഒരു വീട്ടിൽ, കല്യാണ വീട്ടിൽ കയറി ചെന്നു. കയറി ചെന്നപ്പോൾ കല്യാണ വീട്ടിലെ ചെറുപ്പക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് അടിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു മേലാൽ ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തു. അന്ന് രാത്രി അങ്ങനെ വീണ്ടും അവിടെ കയറി ചെല്ലുകയാണ്. എന്തായാലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് അവര് ശരിക്കും പൊരുതെ തല്ലിയിട്ട് ഇങ്ങനെ കൈ രണ്ടും കെട്ടിയിട്ട് റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൂടെ നടത്തി അവസാനം റെയിൽവേ ട്രാക്കിന് പാരലായിട്ട് അങ്ങനെ ആ കല്ലൊക്കെ ഇട്ടേക്കത്തില്ലേ അവിടെ തട്ടിയിട്ടു. പൊതുരെ വീണ്ടും തല്ലുകയാണ്. തല്ലി അങ്ങനെ അവിടെ വെച്ച് മരിക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ ഇഞ്ചുറീസൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇത് കൂടാതെ അങ്ങേർക്ക് ബ്രെയിനിൽ റീസെൻ്റ് ആയിട്ടുള്ള സബ്ഡ്യൂറലുണ്ട്, ഓൾഡ് സബ്ഡ്യൂറൽ ഹെമറേജും ഉണ്ട്. അപ്പോൾ ഓൾഡ് സബ്ഡ്യൂറൽ ഹെമറേജ് കൊണ്ടാണ് ഈ ആൾട്ടേർഡ് ബിഹേവിയർ, പേഴ്സണാലിറ്റി ചേഞ്ച്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ വയറ്റിനകത്ത് സിങ്ക് ഫോസ്ഫൈഡ് ഉണ്ട്.
പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വയർ ഓപ്പൺ ചെയ്തപ്പോൾ വയർ ഓപ്പൺ ചെയ്തപ്പോഴേ ഒരു സ്മെൽ ഉണ്ട്. സ്മെൽ വരും. അതായത് ഒരു പോയിസൺ പോയിസൺ ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് സാർ പറഞ്ഞു വരുന്നത് നേരത്തെ ഒരു തലയ്ക്കൊരു ക്ഷതം ഒരു പരിക്കുണ്ട്, അത് ഒരു പക്ഷേ പുള്ളിയുടെ ഈ സ്വഭാവ മാറ്റങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. പിന്നെ പോയിസന്റെ ഒരു കണ്ടന്റും വയറ്റിനകത്തുണ്ട്. എക്സ്റ്റേണൽ ഇഞ്ചുറീസ് കണ്ടു. അപ്പോ ഇത് വിസറ എടുത്തു, വിസറ അയച്ചു, സിങ്ക് ഫോസ്ഫേറ്റ് പോസിറ്റീവ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഒപ്പീനിയൻ കൊടുത്തത് ദ ഡിസീസ് ഡൈഡ് ഓഫ് സിങ്ക് ഫോസ്ഫേറ്റ് പോയിസണിങ്. സിങ്ക് ഫോസ്ഫേറ്റ് കൊണ്ടാണ് അങ്ങനെ മരിച്ചത്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഈ തരത്തിലുള്ള ഇഞ്ചുറീസ് കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ ഇതിലുണ്ട്. അപ്പോൾ ഏതൊക്കെ ഇഞ്ചുറീസ് ആണ് സഫീഷ്യൻറ്റ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്, അതും പറയുന്നുണ്ട്. ഇത് കോടതിക്ക് അയച്ചു, CIക്ക് അയച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് വന്നിട്ട് പറഞ്ഞു, സാറേ ഇത് പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു എന്താണ്? അത് സിങ്ക് ഫോസ്ഫൈഡ്. അതുകൊണ്ട് സിങ്ക് ഫോസ്ഫൈഡ് സാറൊന്ന് ഒഴിവാക്കി വേറൊരു സർട്ടിഫിക്കറ്റ് എടുത്താണ്. നടക്കുന്ന കാര്യമല്ല. അല്ല ബ്രൗസറെ കണ്ടാലോ, ഞാൻ പറഞ്ഞു പോയി കണ്ടോളൂ, പക്ഷേ ചെയ്യേണ്ടത് ഞാനാണ്, ഞാൻ ചെയ്യത്തില്ല. എന്നിട്ട് അങ്ങനെ കുറച്ച് നീരസത്തിൽ പുള്ളി അങ്ങ് പോയി. അപ്പം ഞാൻ കണ്ടത് എഴുതും, അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? കോടതി കേസ് വന്നു. കേസ് വന്നപ്പോൾ തൃശ്ശൂരിലെ വളരെ പ്രഗത്ഭനായ ഒരു ഡിഫൻസ് ലോയറാണ്. പ്രോസിക്യൂഷൻ ഇത് കഴിഞ്ഞു, ഡിഫൻസ് നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സിങ്ക് ഫോസ്ഫൈഡാണ് ഞാൻ ഒപ്പീനിയൻ കൊടുത്തേക്കുന്നത്. ഈ സിങ്ക് ഫോസ്ഫൈഡ് പോലീസിന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, കേസ് വിട്ടു. അപ്പോൾ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തല്ലുകൊടുത്ത യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇവരെല്ലാവരും ഹാർട്ടിക്കൾച്ചറൽ ഇതിലാണ് ജോലിയാണ് ചെയ്യുന്നത്. ഹാർട്ടിക്കൾച്ചറൽ ചെയ്യുമ്പോഴും അവർക്ക് സിങ്ക് ഫോസ്ഫൈഡ് ആയിട്ടുള്ള ആക്സസ് വളരെ കൂടുതലാണ്. ലാസ്റ്റ് ഇതായിട്ട് ബാക്കിയകത്ത് സിങ്ക് ഫോസ്ഫൈഡ് ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ബാക്കിയകത്ത് കണ്ട പല ലാസറേഷൻസും കൺഫ്യൂഷൻസും ഒക്കെ. അതാണ് ഫോഴ്സ്ഫുൾ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഫോഴ്സ്ഫുള്ളി ഒരാളെ പോയിസൺ കഴിപ്പിച്ചു. അത് സാർ മരണത്തിന് ശേഷമായിരിക്കാമോ? അതായത് ജീവനുള്ളപ്പോഴേ പോയിസൺ കഴിപ്പിച്ചു, അതിന് പുറമെ അവർ അസോൾട്ട് ചെയ്തു. അപ്പം ആ കോസ് ഓഫ് ഡെത്ത് അവിടെ ശരിക്കും ഈ അസോൾട്ട് കാരണമാണോ ഈ പോയിസൺ കാരണമാണോ? പക്ഷെ അതിനു മുമ്പായിട്ട് ഇങ്ങനെ ഇഞ്ചുറീസ് അങ്ങനെ ബോഡിയിലുണ്ട്. അത് ഏതൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് ആ ഇഞ്ചുറി കൊണ്ട് മരിക്കാൻ പാകത്തിലുള്ള ഏതൊക്കെ ഇഞ്ചുറീസ് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊരു സംശയം കൂടെ സാർ വെച്ചോട്ടെ. അപ്പോൾ സാർ അതിലൊരു തലച്ചോറിലൊരു ക്ഷതം പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം വന്ന സ്വഭാവ മാറ്റങ്ങളാണ്. ഒരു പക്ഷേ അത് ഈ ഒരു അസോൾട്ടിന്റെ സമയത്ത് സംഭവിച്ചതായിക്കൂടെ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഓൾഡ് സബ്ഡ്യൂറൽ ഹെമറേജും ന്യൂ രണ്ടും അത് എൻകാപ്സുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെ സാറിന് അത് എങ്ങനെ അത് ഓൾഡ് ആണ് നമുക്കത് ഓട്ടോപ്സി ചെയ്യുമ്പോൾ മനസ്സിലാവും? എൻകാപ്സുലേറ്റഡ് ആയിട്ടിരിക്കും, ഫ്രഷ് ആയിരിക്കും. I really wanted to ask one question. നമ്മൾ പോയിസൺ ഇപ്പം ഫുരിഡാനാണ് കുറേയൊക്കെ ആൾക്കാർക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു പോയിസൺ. ബേസിക്കലി ഇൻ ദ പുവർ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലോസ് വരുന്ന ആൾക്കാർ കൂടുതലും നമ്മൾ പരിഹാരത്തേക്കുള്ള സമയത്ത് വി ഹാവ് സീൻ ഈ ഫുരിഡാൻ പോയിസണിങ്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് വെൻ യു ഓപ്പൺ ദ അബ്ഡോമൻ, നമ്മൾ സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പോയിസൺ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ടോക്സിക്കോളജിക്ക് സെൻഡ് ചെയ്യുമോ സാർ? വിടും. ആൻഡ് അതിനെന്തെങ്കിലും പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റൊമക്ക് ആസച്ച് വിടുമോ, അല്ല അതിൻ്റെ കണ്ടൻസ് മാത്രം എടുത്തു? സ്റ്റൊമക്ക് വിത്ത് കണ്ടൻസ് ആണ്. സ്റ്റൊമക്ക് വിത്ത് കണ്ടൻസ് 30 centimeters സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, 30 centimeters സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, 1/2 of each kidney, 1/2 of each kidney, 500 grams of liver. എല്ലാത്തിൻ്റെയും കുറച്ച് കഷ്ണം എടുത്തിട്ടാണ് നമ്മൾ മാറ്റി സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. ഈ സ്റ്റൊമക്ക് വിത്ത് കണ്ടൻസും ഇൻറ്റെസ്റ്റൈനും ഒരു ബോട്ടിൽ, 500 grams of liver another bottle, 1/2 of each kidney another bottle. എന്ന് പറഞ്ഞാൽ എൻറ്ററി ആൻഡ് എക്സ്ക്രീഷൻ ആ ഇതിലാണ് നമ്മൾ ബോട്ടിൽ അറേഞ്ച് ചെയ്യുന്നത്. ലിവറും ഇതാണല്ലോ, അതുപോലെ കിഡ്നി. ഒരുപാട് പോയിസൺസ് ഉണ്ട് അല്ലേ, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള. അപ്പം ഈ സയനൈഡ് നമ്മൾ
ഒരുപാട് കേട്ടിട്ടുണ്ട്. യെസ് സൈനൈഡ് ജോളി അത് ഇപ്പം വളരെ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിനെ കുറിച്ച് സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താ? അത് സൈനൈഡ് സാർ അത് കൂടുതൽ ബ്ലാക്ക് സ്മിത്ത്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈനൈഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ടോക്സിക് പോയ്സൺ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നു, ചിലർ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. സാർ ഈ സൈനൈഡ് അതിൻ്റെ ഒരു അവൈലബിലിറ്റിയും അത് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സാറിൻ്റെ ലൈഫിൽ ഓട്ടോപ്സി ലൈഫിൽ അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടോ? ഇത് സയനൈഡ് 1-2 കേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു പെക്യൂലിയർ സ്മെല്ലുണ്ട്. ആ സ്മെല്ല് എല്ലാവർക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ആസ് എ റെസസീവ് ഇതാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് പറയുന്നത് നമ്മൾ ഈ കപ്പ അല്ലെങ്കിൽ മരിച്ചിനി വേവിക്കുമ്പോഴുള്ള ഒരു മണമുണ്ടല്ലോ, ആ മണത്തിനോട് സാമ്യമുണ്ട് ഇതിന് സൈനൈഡ്. അതുപോലെ ഈ മരിച്ചിനി പുഴുങ്ങുമ്പോഴുള്ള ആ മണം ഈ കോബ്രയുടെ എക്സ്ക്രീറ്റൊക്കെ ഉണ്ട്. കോബ്രയുടെ എക്സ്ക്രീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വയലിൽ കൂടെ ഒക്കെ നടന്ന് വൈകുന്നേരം സന്ധ്യ സമയത്ത് നടക്കുമ്പോൾ ഈ മണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മണം കിട്ടുകയാണെങ്കിൽ അവിടെ കോബ്ര ഉണ്ടെന്നുള്ളത് വളരെ ഇതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ. എല്ലാവർക്കും ആ സ്മെല്ല് കിട്ടത്തില്ലല്ലോ. എല്ലാവരും കിട്ടത്തില്ല.